ഞാൻ മരണമാകുന്നു, ഈ ലോകത്തിൻ്റെ അന്തകനും. 1945 ജൂലൈ മാസം 16-ാം തീയതി അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ അലമോഗോർഡോയിൽ വെച്ച് നടന്ന ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിൻ്റെ കത്തിജ്വലിക്കുന്ന തീജ്വാലകളെ ഇമവെട്ടാതെ നോക്കി നിന്ന് ആ മരണത്തിൻ്റെ പ്രവാചകൻ ഭഗവത്ഗീതയിലെ ഈ വാചകങ്ങൾ മനസ്സിലോർത്തു. ഞാൻ മരണമാകുന്നു, ഈ ലോകത്തിൻ്റെ അന്തകനും. ആരാണ് ഓപ്പൺഹൈമർ? എന്താണ് ഭഗവത്ഗീതയും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം? അണുബോംബ് എങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടാവിനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ഓപ്പൺഹൈമറിൻ്റെ കഥയാണ്. നമ്മുടെ ചാനലിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. ഞാൻ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമല്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1939 മുതൽ 1945 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അമേരിക്കയും ജപ്പാനും അന്ന് എതിർ ചേരിയിലുമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ലോകമാകമാനം നാശനഷ്ടങ്ങൾ വിതച്ചിരുന്നുവെങ്കിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ പുരോഗതിയാണ് ആ യുദ്ധം ഉണ്ടാക്കി തീർത്തത്. അത്തരത്തിൽ അമേരിക്ക നടത്തിയ മാൻഹാട്ടൻ പ്രൊജക്ട് എന്ന രഹസ്യ പദ്ധതിയുടെ തലവനായിരുന്നു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ജെ റോബർട്ട് ഓപ്പൺഹൈമർ. വർഷം 1904 ന്യൂയോർക്കിലെ ഒരു ജൂത കുടുംബത്തിലാണ് ഓപ്പൺഹൈമർ ജനിക്കുന്നത്. അഭയം തേടി അമേരിക്കയിലെത്തി തുണിക്കച്ചവടമെല്ലാം നടത്തി വലിയ രീതിയിൽ സമ്പന്നനായി തീർന്ന ഒരു പിതാവിൻ്റെ മകനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അതായത് ജനിച്ചു വീഴുന്നത് സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ്. നല്ല ഒരു കുട്ടിയായി തന്നെ നല്ല രീതിയിൽ ഇദ്ദേഹം പഠിക്കുകയാണ്. 17ാമത്തെ വയസ്സാവുമ്പോൾ ഹൈസ്കൂൾ ഗ്രാജുവേഷനും പൂർത്തിയാവുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് താല്പര്യം വരുന്നത് കെമിസ്ട്രിയിലാണ്. വളരെ വലിയ താല്പര്യം കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടും നല്ല രീതിയിൽ പഠിക്കാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ടും ഇദ്ദേഹത്തിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുകയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കാര്യം നമുക്കറിയാം. ഒരു വിഷയം മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമല്ല, മറ്റ് പല വിഷയങ്ങളും അധികമായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കേണ്ട വിഷയങ്ങളുമുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മറ്റ് വിഷയങ്ങളുമുണ്ട്. ഇദ്ദേഹം ഫ്രഞ്ചും ഗ്രീക്കും ഫിലോസഫിയും എല്ലാം അവിടെ വെച്ച് പഠിച്ചു എന്ന് മാത്രമല്ല, എക്സ്ട്രാ വിഷയമായിട്ട് എടുത്ത് ഫിസിക്സും പഠിക്കുകയാണ്. കെമിസ്ട്രിയിലും ഫിസിക്സിലും തുല്യ പ്രാധാന്യത്തോടെ വരുന്ന ഒരു വിഷയമാണ് തെർമോഡൈനാമിക്സ്. ഫിസിക്സിലെ തെർമോഡൈനാമിക്സിൽ ഇദ്ദേഹത്തിന് വല്ലാതെ താല്പര്യം ജനിക്കുകയാണ്. അതുപോലെ ഫിസിക്സിനോടും ഇഷ്ടം വരികയാണ്. തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. എന്നാൽ ഇതുപോലെ നാശം പിടിച്ചൊരു സബ്ജക്റ്റ് വേറെയില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം പഠിക്കുകയാണ്. 3 വർഷം കൊണ്ട് പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങുന്നുവെങ്കിലും ഇദ്ദേഹം പഠിക്കാൻ പോയത് ഏത് വിഷയമാണ്? കെമിസ്ട്രി. പക്ഷെ അതീവ താല്പര്യം ഉണ്ടാവുന്നത് ഫിസിക്സിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്ന് പഠിക്കണം. ഇനി പഠിക്കാൻ പറ്റിയ മികച്ച കോളേജുകൾ ലോകത്തുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ക്രൈസ്റ്റ് കോളേജിലാണ് ഇദ്ദേഹം പിന്നീട് ജോയിൻ ചെയ്യുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആറ്റത്തിന്റെ മോഡലെല്ലാം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഏണസ്റ്റ് റൂദർഫോർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലബോറട്ടറി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ടായിരുന്നു. കാവൻഡിഷ് ലബോറട്ടറി എന്നാണ് അത് അറിയപ്പെട്ടത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലബോറട്ടറിയാണ്. കാരണം ഈ റൂദർഫോർഡിന്റെ ആറ്റത്തിന്റെ മോഡലെല്ലാം അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല, ദി തിയറി ഓഫ് എവരിത്തിങ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ജീവിതം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു ലാബിന്റെ പ്രത്യേകത എത്രത്തോളമാണ് എന്ന്. അപ്പോൾ ഈ ലബോറട്ടറിയിൽ ചേർന്ന് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് റൂദർഫോർഡിന് ഓപ്പൺഹൈമർ ഒരു കത്ത് എഴുതുകയാണ്. ഈ കത്ത് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. ലബോറട്ടറിയിലേക്ക് ഓപ്പൺഹൈമറിനെ റൂദർഫോർഡ് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലാബിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ലാബിൽ നല്ല മിടുക്കനായിരിക്കും, എന്നാൽ ക്ലാസ്സിൽ നല്ല ഉഴപ്പനുമായിരിക്കും. ഓപ്പൺഹൈമറിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലാബിലെ മര്യാദകൾ ഇദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ ലബോറട്ടറിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഇത് ഏറ്റവും കൂടുതൽ സങ്കടത്തിലാഴ്ത്തുന്നത് ഏണസ്റ്റ് റൂദർഫോർഡിനെയായിരുന്നു. കാരണം താൻ അനുവാദം കൊടുത്തിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ ലാബിൽ തുടരാൻ പറ്റുന്നില്ല. ഓപ്പൺഹൈമറിനും ഇത് വളരെ വലിയ ദുഃഖമായിട്ട് മാറുകയാണ്. എന്താണെങ്കിലും പുറത്തിറങ്ങണം. ഇദ്ദേഹം കാവൻഡിഷ് ലബോറട്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ആ സമയത്ത് ജെ തോംസന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നു. എന്നാൽ ജെ തോംസനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജെ തോംസനെ നിങ്ങൾക്കറിയാലോ, തണ്ണിമത്തൻ മോഡൽ എന്ന ആറ്റത്തിന്റെ മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. എന്താണെങ്കിലും തോംസൺ ഓപ്പൺഹൈമറിനോട് പറയുന്നത് ബേസിക് ലബോറട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരൂ എന്നായിരുന്നു. കാരണം ലാബിലെ മര്യാദകളെല്ലാം പഠിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കടക്കൂ എന്നായിരുന്നു പറഞ്ഞത്. നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഇദ്ദേഹം ലബോറട്ടറിയിലേക്ക് കടക്കുകയാണ്. കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു കാര്യം വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് ആ പരീക്ഷണം തീർക്കാതെ ഇദ്ദേഹം അവിടെ നിന്ന് എണീക്കില്ല. അതായത് ഭക്ഷണം കഴിക്കില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല. ഒരു ഭ്രാന്തനെ പോലെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് സാധാരണ ഒരാളും ചെയ്യുന്ന കാര്യമല്ല. അതുകൂടാതെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, ചെയിൻ സ്മോക്കറായിരുന്നു. മിനിറ്റുകൾ ഇടവിട്ട് ഇദ്ദേഹം സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓപ്പൺഹൈമറിനുണ്ടായ അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ഒരു സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഫ്രാൻസിസ് ഫെർഗൂസൺ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു: ഈ ഓപ്പൺഹൈമറിന് ഒരു പ്രൊഫസറിനോട് ദേഷ്യം ഉണ്ടാവുകയാണ്. അദ്ദേഹം ചെയ്തത് ഒരു ആപ്പിൾ എടുത്ത് അതിൽ ടോക്സിക് ആയിട്ടുള്ള വിഷമയമായിട്ടുള്ള കെമിക്കൽസ് കുത്തിവെച്ച് ആ പ്രൊഫസർ കാണും വിധം പ്രൊഫസറിൻ്റെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുക എന്നുള്ളതായിരുന്നു. കൊണ്ടുവച്ചത് കാണാതെയാണ്, പക്ഷെ പ്രൊഫസർ വരുന്ന സമയത്ത് ആപ്പിൾ കാണുമല്ലോ. അങ്ങനെയെങ്കിൽ ആ ആപ്പിൾ എടുത്ത് കഴിച്ചാൽ ആ പ്രൊഫസർ മരണപ്പെടും. അതായത് തനിക്ക് ദേഷ്യമുണ്ട് എന്ന കാരണം കൊണ്ട് ഒരാളെ കൊല്ലാൻ ഇദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കള്ളി കയ്യോടെ പിടിക്കപ്പെടുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കും എന്ന അവസ്ഥ വന്നു. നമുക്കറിയാം, ഈ കുട്ടികൾ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും വിളിപ്പിക്കും. അച്ഛനും അമ്മയും അതുപോലെ വന്ന് ഓപ്പൺഹൈമറിൻ്റെ കാര്യം പറഞ്ഞ് അന്ന് കരയുകയാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തെ പുറത്താക്കുന്നില്ല, പക്ഷേ നിരീക്ഷണത്തിൽ വെക്കുകയാണ്, പ്രൊബേഷൻ പീരീഡിൽ വെക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നാവുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ മറ്റൊരു ശിക്ഷയും കൊടുക്കുന്നു. ലണ്ടനിലുണ്ടായിരുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ ഇത്രകാലം കണ്ട് കൗൺസിലിംഗ് നടത്തി ചികിത്സ തേടണമെന്ന ഒരു ഉത്തരവും പുറപ്പെടുവിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പൺഹൈമർ ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്: എനിക്ക് ഈ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ, അതായത് ലാബിൽ പോയി പരീക്ഷണങ്ങൾ നടത്തി ഓരോന്ന് കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ കഴിവില്ല. എൻ്റെ കഴിവ് കിടക്കുന്നത് തിയോററ്റിക്കൽ ഫിസിക്സിലാണ്, അല്ലെങ്കിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിലാണ്. നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ വിരളമായിട്ട് മാത്രമേ ലാബിൽ പോയിരുന്നുള്ളൂ. അദ്ദേഹം തിയറി എഴുതി അല്ലെങ്കിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും കണ്ടെത്തിയിരുന്നത്. വർഷം 1926 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കാനൊന്നും കാത്തുന്നില്ല. ഇദ്ദേഹം ആ യൂണിവേഴ്സിറ്റി വിട്ടിറങ്ങി ജർമ്മനിയിലെ ഗോട്ടിംഗൻ യൂണിവേഴ്സിറ്റിയിൽ ചേരുകയാണ്. അവിടെ പോയി മാക്സ് ബോൺ എന്ന പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞന് കീഴിൽ ജോലി ചെയ്യുക എന്നതായിരുന്നു, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ മാക്സ് ബോൺ നിസാരക്കാരനായിരുന്നില്ല. ഇദ്ദേഹം ക്വാണ്ടം ഫിസിക്സിൽ നല്ല അറിവുള്ള ആളായിരുന്നു എന്ന് മാത്രമല്ല, ക്വാണ്ടം മെക്കാനിക്സിൽ ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം പോലും ഉണ്ടായിരുന്നു. 1927 ഓപ്പൺഹൈമറിന് പ്രായം 23 വയസ്സാണ്. ഈ 23ാമത്തെ വയസ്സിൽ ഇദ്ദേഹം PhD സ്വന്തമാക്കുകയാണ്. അതുകൂടാതെ 12ഓളം പേപ്പറുകളും ജർമ്മനിയിൽ വെച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ ബോണുമായി ചേർന്നാണല്ലോ ഓപ്പൺഹൈമർ പല പേപ്പറുകളും പബ്ലിഷ് ചെയ്യുന്നത്. ഒരാളുടെ കീഴിൽ നിന്നാണല്ലോ PhD പൂർത്തിയാക്കുക. അപ്പൊ ഗൈഡിന്റെ പേര് കൂടെ എന്താണെങ്കിലും റിസർച്ച് പേപ്പറിൽ ഉണ്ടാവും. നമ്മൾ കാണുന്ന പല യൂണിവേഴ്സിറ്റിയിലുള്ളതുപോലെയും ഈ ഗൈഡുമാർ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുക. രണ്ടുപേരും ചേർന്ന് പരീക്ഷണങ്ങൾ നടത്തി ഒന്നിച്ചാണ് പേപ്പേഴ്സ് എല്ലാം പബ്ലിഷ് ചെയ്യുക. +2 സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം, ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനും ഈ പേപ്പറിലൂടെ തന്നെയാണ് ജനിക്കുന്നത്. 1927 തന്നെ ഇദ്ദേഹത്തിന് കാൽടെക് യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ റിസർച്ച് കൗൺസിലിന്റെ ഫെലോഷിപ്പ് കിട്ടുകയാണ്. അങ്ങനെ ഇദ്ദേഹം കാലിഫോർണിയയിലേക്ക് പോകുന്നു. അവിടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിട്ട് മാറുന്നത് ലീനസ് പോളിംഗ് എന്ന് പറയുന്ന ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനായിരുന്നു, അല്ലെങ്കിൽ കെമിസ്റ്റ് ആയിരുന്നു. ഈ കെമിസ്ട്രി നന്നായിട്ട് അറിയുന്ന ഈ ശാസ്ത്രജ്ഞൻ്റെ കൂടെ ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സ് നന്നായിട്ട് അറിയുന്ന ഞാൻ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലുള്ള പരീക്ഷണത്തിൻ്റെ റിസൾട്ടുകളും നല്ല രീതിയിലുള്ള കണ്ടെത്തലുകളും പേപ്പറുകളും എല്ലാം പുറം ലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കൂട്ടുകാർ ഒന്നിച്ചു നിൽക്കുന്നത്. എന്നാൽ ഈ ലീനസ് പോളിംഗുമായിട്ടുള്ള ബന്ധം തകരാൻ ഒരു കാരണം ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ലീനസ് പോളിങ്ങിൻ്റെ ഭാര്യയോട് ഈ ഓപ്പൺഹൈമറിന് ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. ലീനസ് പോളിംഗ് വീട്ടിലില്ലാത്ത സമയത്ത് മെക്സിക്കോയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രൈവറ്റ് പാർട്ടിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഓപ്പൺഹൈമർ ക്ഷണിക്കുകയാണ്. ഭാര്യ നേരെ പോയി പോളിങ്ങിൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നു. അങ്ങനെ ആ സൗഹൃദ ബന്ധം എന്നത്തേക്കുമായി അവസാനിക്കുന്നു. 1930കളിൽ ബെർക്ലിയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറുമെല്ലാമായിട്ട് മാറുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇദ്ദേഹം സംസ്കൃതം പഠിക്കുന്നത്. നല്ല ശമ്പളമായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സമയത്തേക്ക് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് വർഷത്തിൽ 57 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ശമ്പളമായിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫസറിനാണ് ഇത്രത്തോളം ശമ്പളം കിട്ടിയത്. അദ്ദേഹം ഈ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഉപരി സ്വന്തമായിട്ട് റിസർച്ച് എല്ലാം നടത്തുന്നുണ്ട്. ന്യൂക്ലിയർ ഫിഷനിലാണ് ഇദ്ദേഹം റിസർച്ച് നടത്തുന്നത്. ഈ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം വിഘടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജിയെക്കുറിച്ചും ആ ഒരു സംഭവത്തെക്കുറിച്ചും എല്ലാം ഉള്ള പഠനമാണ്. ഇദ്ദേഹം ആ സമയത്ത് ധാരാളം പേപ്പറുകളും പബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ ആ പേപ്പറുകളിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങളിൽ പലതും പല പ്രസിദ്ധരായ ശാസ്ത്രജ്ഞർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തതായിരുന്നു. അതായത്
ആ മേഖലയിൽ അത്രത്തോളം അറിവായിരുന്നു ഓപ്പൺഹൈമറിന് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം വളരെ വലിയൊരു ബുദ്ധിജീവിയായിരുന്നു. ഒരു ശാസ്ത്രജ്ഞനാണെന്ന് നമുക്കറിയാം, എന്നാൽ ഒരു പുസ്തകപ്പുഴു കൂടിയായിരുന്നു. 24 മണിക്കൂറും പുസ്തകത്തിനുള്ളിലായിരുന്നു. അതുകൊണ്ട് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന് കമ്മ്യൂണിസത്തോട് ഒരു താല്പര്യം ഉണ്ടാവുകയാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിന്താധാര ഇദ്ദേഹത്തിൽ രൂപം കൊള്ളുന്നു. എന്നാൽ പാർട്ടിയുടെ മെമ്പറാവാനോ അതുമായി ചേർന്ന് പ്രവർത്തിക്കാനോ പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാനോ ഒന്നും തന്നെ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷെ മനസ്സ് പൂർണ്ണമായും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം നമുക്കറിയാം. അമേരിക്ക ആദ്യ സമയങ്ങളിൽ ആയുധം വിറ്റ് പണം നേടുന്ന ശ്രമത്തിലായിരുന്നു. നല്ല നിരീക്ഷണ പരീക്ഷണങ്ങളെല്ലാം തന്നെ അമേരിക്കയിൽ നടന്നിരുന്നു. എന്നാൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. ഏതു നിമിഷം വരെ? അമേരിക്കയുടെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിക്കുന്ന ആ നിമിഷം വരെ. എന്നാൽ ഈ സംഭവത്തോടെ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയാണ്. പക്ഷെ അതിന്റെ 2 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1941 ഒക്ടോബർ മാസം 9-ാം തീയതി, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഒരു പരീക്ഷണത്തിന് അനുമതി കൊടുക്കുകയാണ്. ഒരു അറ്റോമിക് ബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതിക്കായിരുന്നു ആ അപ്രൂവൽ ഉണ്ടായിരുന്നത്. മാൻഹാട്ടൻ പ്രൊജക്ട് എന്നാണ് അമേരിക്കയുടെ ഈ രഹസ്യ സൈനിക പദ്ധതി അറിയപ്പെട്ടത്. അതിന്റെ തലവനായിരുന്നു റോബർട്ട് ജെ ഓപ്പൺഹൈമർ. എന്നാൽ ഇദ്ദേഹം ഇതിന്റെ തലവനാവുന്നതിനെ പല സൈനിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഇതുമായി പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞരും എല്ലാം തന്നെ എതിർത്തിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, ഇദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിലോ കെമിസ്ട്രിയിലോ ഒന്നും തന്നെ ഒരു നോബൽ സമ്മാനം പോലും ഇല്ലായിരുന്നു. അതുകൂടാതെ ഇദ്ദേഹം ഇത്തരത്തിലുള്ള വലിയൊരു പദ്ധതി സ്വന്തമായി നിയന്ത്രിച്ച് നടപ്പിലാക്കി വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇടത് ചായ്വാണ്. പക്ഷേ അതൊന്നും ഇദ്ദേഹത്തെ ഈ ഒരു പദ്ധതിയുടെ നേതൃസ്ഥാനത്തിൽ നിർത്തുന്നതിന് തടസ്സമായില്ല. 3000-ഓളം ആളുകൾ വരുന്ന ഒരു ടീമിനെ നയിക്കാനുള്ള അവസരം ഇദ്ദേഹത്തിൽ തന്നെ വന്നു ചേരുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം വിമർശനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ തന്നെ ഈ പ്രൊജക്ടിന്റെ തലവനാക്കിയത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം എഴുതുന്ന പല പേപ്പറുകളും പല ശാസ്ത്രജ്ഞർക്കും വായിച്ചാൽ മനസ്സിലാവില്ലായിരുന്നു. അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൂടാതെ ഇദ്ദേഹം ഈ ഒരു ആണവ ബോംബിന്റെ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുകയാണ്. ആ മോഡൽ കണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആളുകളും ഞെട്ടിപ്പോവാണ്. കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഡിസൈൻ സമർപ്പിച്ചത്. ഈ ഒരു സമയത്ത് ഇദ്ദേഹം ഇതിന്റെ ഹെഡായി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കെമിസ്ട്രി വിഭാഗത്തെ നയിക്കാൻ ഒരാൾ വേണം. തൻ്റെ ആദ്യത്തെ സുഹൃത്തില്ലേ പോളിങ്, അദ്ദേഹത്തെ ഓപ്പൺഹൈമർ വിളിക്കുകയാണ്. ഈ ഒരു പദ്ധതിയിൽ ഈ കെമിസ്ട്രി വിഭാഗത്തിന്റെ തലവനായിട്ട് നിൽക്കാനായിരുന്നു ക്ഷണം. എന്നാൽ പോളിങ് ഇത് നിഷേധിക്കുന്നു. ന്യൂ മെക്സിക്കോയിലെ ലോസ് അലാമോസിൽ വളരെ രഹസ്യമായിട്ട് ഒരു ലാബ് അറേഞ്ച് ചെയ്തിട്ടായിരുന്നു പരീക്ഷണങ്ങൾ എല്ലാം തന്നെ നടത്തിയത്. ഗവൺമെന്റ്, അതായത് അമേരിക്കൻ ഗവൺമെന്റ് ആദ്യ സമയത്ത് ഒരു $6000 മാത്രമായിരുന്നു ഇതിന് ചിലവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ഈ പദ്ധതിക്ക് വേണ്ടി പണം പമ്പ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. 1945 ഈ പദ്ധതി പൂർത്തിയാവുമ്പോൾ $2 ബില്യൺ എങ്കിലും അമേരിക്കയ്ക്ക് ചിലവായിട്ടുണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ ഈ ടീമിനൊരു കാര്യം മനസ്സിലാവുകയാണ്, യുറേനിയം എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് വിഘടിക്കുന്ന സമയത്തുള്ള ഒപ്റ്റിമം കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അവർക്ക് ആ കാര്യം വ്യക്തമാവുകയാണ്. അതുകൂടാതെ ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഇത് പ്രവർത്തിക്കുക. ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ ചീട്ട് കൊട്ടാരത്തിൻ്റെ ഒരു ചീട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് പോയി മറ്റേതിനെ പൊട്ടിക്കുന്നു, അത് തന്നെ ചിലപ്പോൾ 2-3 എണ്ണത്തിന് പൊട്ടിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം വളരെ പെട്ടെന്ന് തന്നെ ആ കൊട്ടാരം തകർന്നു പോകുന്നു. അതുപോലെ ഒരാറ്റം വിഘടിക്കുന്ന സമയത്ത് ചെയിൻ റിയാക്ഷൻ നടന്നിട്ട് വലിയ രീതിയിലുള്ള എനർജിയാണ് ഈ ബോംബിലൂടെ പുറത്തു വരിക. അധികം വൈകിയില്ല, പരീക്ഷണങ്ങളെല്ലാം വിജയിച്ചു. ഗൺ ടൈപ്പും ഇംപ്ലോഷൻ ടൈപ്പും ആണവായുധങ്ങൾ അമേരിക്ക നിർമ്മിച്ചെടുത്തു. ബോംബ് നിർമ്മാണം എന്താണെങ്കിലും പൂർത്തിയായി. ഇനി ഇത് പരീക്ഷിക്കണം അല്ലേ? ട്രിനിറ്റി എന്ന് പേരിട്ട് ഒരു രഹസ്യ പദ്ധതി അമേരിക്ക നടത്തുകയാണ്. ഇത് പരീക്ഷണം വളരെ രഹസ്യമായിരിക്കണം. ഇന്ത്യ ആണവായുധം പരീക്ഷിച്ച സമയത്ത് നമ്മളിട്ട പേര് ലാഫിംഗ് ബുദ്ധ എന്നായിരുന്നു. ട്രിനിറ്റി എന്ന ഈ പേര് ജോൺ ഡോണിന്റെ 3% ഗോഡ് എന്ന കവിതയിൽ നിന്നുമാണ് ഓപ്പൺഹൈമർ എടുക്കുന്നത്. 3% ഗോഡ് എന്നതുകൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ട്രിനിറ്റി എന്ന പദം ക്രിസ്ത്യാനിറ്റിയിലും നമുക്ക് കാണാൻ കഴിയും. അതും മറ്റൊരു വിഷയമാണ്. എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ അലമാഗോർഡോയിൽ വെച്ച് പരീക്ഷണം നടത്തുകയാണ്. അതായത് ലോകത്തിലെ ആദ്യത്തെ ആണവായുധ പരീക്ഷണമാണ് നടക്കുന്നത്. അന്ന് ആ കത്തി ജ്വലിക്കുന്ന തീജ്വാല നോക്കി ഓപ്പൺഹൈമർ മനസ്സിലോർത്തു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതയിലെ വാചകങ്ങളായിരുന്നു.
നീ നിന്റെ കർമ്മം ചെയ്യണം എന്ന് തുടങ്ങുന്ന വരികൾ അവസാനിക്കുന്നത് ഞാൻ മരണമാകുന്നു ഈ ലോകത്തിന്റെ അന്തകനും എന്ന വാചകത്തിലായിരുന്നു. ശരിക്കും ഈ പ്രൊജക്റ്റിനും ഓപ്പൺഹൈമറിനും ഭഗവത്ഗീതയുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ പറഞ്ഞതാണ്, ഓപ്പൺഹൈമർ പണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംസ്കൃതം പഠിക്കാൻ ഇടവരുന്നുണ്ട്. അദ്ദേഹം ഭഗവത്ഗീതയും വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ഈ ഒരു പരീക്ഷണത്തോടെ, ഈ ആണവ പരീക്ഷണം വിജയിച്ചതോടെ ലോകം പഴയതുപോലെയാവില്ല. ഈ ലോകം അവസാനിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് പുതിയൊരു ലോകമാണ്. താനൊരു ആണവ ബോംബാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്ക ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുമെന്നും ഇവർക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവൻ്റെ മനസാക്ഷിയോട് അവന് മറുപടി പറയേണ്ടതുണ്ട്. ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് ന്യായീകരണങ്ങൾ ഉണ്ടാവും. സൈക്കോപാത്ത് അല്ലാത്ത ഏതൊരാൾക്കും ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളെ നോക്കിയാൽ മതി. അവർക്ക് ആ തെറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഒന്നല്ല 100 കണക്കിന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെ തൻ്റെ മനസാക്ഷിയെ താൻ ചെയ്ത കൃത്യത്തെ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാചകങ്ങളായിരുന്നു ഇത്. അതായത്, ഞാൻ ചെയ്തത് എൻ്റെ കർമ്മമാണ്, ഈ ലോകം അവസാനിച്ച് പുതിയൊരു ലോകം ഉണ്ടാവുന്നു. ഈ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതൊന്നും കൂടാതെ ഭഗവത്ഗീതയുടെ പശ്ചാത്തലം നമ്മളൊന്ന് ആലോചിക്കണം. അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാൻ സാധിക്കാതെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ നോക്കി മോഹാലസ്യപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് യുദ്ധം ചെയ്യാനും തൻ്റെ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഭഗവത്ഗീതയിലൂടെ, ഗീതോപദേശത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ആ സാഹചര്യം. നീ ആരെയും കൊല്ലുന്നില്ല, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മുക്തമാക്കുക മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ തളർന്നിരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത്രയും മോട്ടിവേഷനിലായിരുന്നു ആ വാചകങ്ങളെല്ലാം തന്നെ. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫിലോസഫിക്കൽ സപ്പോർട്ടിന് വേണ്ടി മതങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മതഗ്രന്ഥങ്ങളിൽ നിന്നല്ല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. മതത്തിനെ മതത്തിൻ്റെ രീതിയിൽ വിടുക, മതവിശ്വാസങ്ങളെ ഹൃദയത്തിൽ വെക്കുക. അല്ലാതെ മതത്തിൽ നിന്നുമാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ തമാശ രീതിയിലാണ് പലപ്പോഴും ലോകം കാണാറുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം പറയാൻ ശ്രമിക്കുക. അപ്പോഴെന്തായാലും ബോംബ് കണ്ടുപിടിച്ചു. ഇത് ആർക്ക് നേരെയാണ് പ്രയോഗിക്കേണ്ടത്? അമേരിക്കയുടെ 2ാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും വലിയ ശത്രുവായ അമേരിക്കയെ നേരിട്ട് ആക്രമിച്ചിട്ടുള്ള ജപ്പാന്റെ മണ്ണിൽ 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന ഗൺ ടൈപ്പ് അണുബോംബ് വർഷിക്കുന്നു. An American airplane dropped one bomb on Hiroshima. 1,40,000-ത്തിലധികം ആളുകളെയാണ് ആ അണുബോംബ് കൊന്നുകളഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, യുദ്ധത്തിൽ പട്ടാളക്കാരെ കൊല്ലുന്നതിന് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറയാം. പക്ഷെ നിരായുധരായ സാധാരണക്കാരായ ജനങ്ങളെയാണ് അമേരിക്ക നിർദാക്ഷിണ്യം കൊന്നു തള്ളിയത്. 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ജപ്പാനിലെ നാഗാസാക്കിയിൽ അമേരിക്ക ഇംപ്ലോസീവ് ടൈപ്പ് ഫാറ്റ്മാൻ എന്ന ബോംബും വർഷിക്കുകയാണ്. 80,000-ത്തിലധികം മനുഷ്യന്മാരെ കൊല്ലാൻ ആ ബോംബിന് സാധിച്ചു. അതായത് 2,20,000-ത്തിലധികം നിരായുധരായ സാധാരണക്കാരായ മനുഷ്യരെയാണ് ഈ ബോംബ് കൊന്നുകളഞ്ഞത്. കുറച്ചെല്ലാം പട്ടാളക്കാരുണ്ടെങ്കിലും കൊല്ലപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഓപ്പൺഹൈമർ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചതുപോലെ ലോകം അവസാനിച്ചു. പിന്നീടുള്ളത് മറ്റൊരു ലോകമാണ്. ലോകം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. വർഷങ്ങൾ നീണ്ടുനിന്ന റേഡിയേഷൻ പോയിസണിങ് കാരണം ജപ്പാനിലെ ജനങ്ങൾ വീണ്ടും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 1ാമത്തെ ബോംബ് വർഷിച്ച സമയത്ത് തന്നെ ഈ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരിൽ പലരും ഓപ്പൺഹൈമർ അടക്കം ഗവൺമെൻറ്റിനോട് ഇനി മറ്റൊരു ബോംബ് ഉപയോഗിക്കരുത് എന്ന കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഗവൺമെൻറ് അത് കേൾക്കാതെ പിന്നെയും ജപ്പാനെ ലക്ഷ്യമാക്കി ബോംബ് വർഷിച്ചു. ഈ വിഷയം പറഞ്ഞ്, ഈ സംഭവത്തിൽ അധാർമികത പറഞ്ഞ് ഓപ്പൺഹൈമർ ഗവൺമെൻറ്റിനോട് ചർച്ച നടത്താൻ തയ്യാറായപ്പോൾ തെറി വിളിച്ചാണ് അന്ന് അദ്ദേഹത്തെ ഇറക്കിവിട്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൈകളിൽ രക്തം പുരണ്ടതുപോലെ എനിക്ക് തോന്നുന്നു എന്നായിരുന്നു. വാസ്തവത്തിൽ അണുബോംബ് നിർമ്മിച്ച സൃഷ്ടാവിനെ തന്നെ അണുബോംബ് കൊന്നുകളയാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. 1945 ഓഗസ്റ്റ് മാസം 9-ാം തീയതി നാഗാസാക്കിയിൽ ഫാറ്റ്മാൻ പതിച്ചതിൽ പിന്നെ 1945 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ജപ്പാൻ കീഴടങ്ങാണ്. അങ്ങനെ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. പിന്നീട് നടന്നത് ശീതയുദ്ധമാണ്. വാക്കാലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പോരാട്ടമാണ്. ഒരു ചേരിയിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, മറുചേരിയിൽ അമേരിക്കയായിരുന്നു. എന്നാൽ 1949 അമേരിക്കയെ ഞെട്ടിച്ച്, അമേരിക്കൻ പ്രതീക്ഷയെ തകർത്തെറിഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ആണവ പരീക്ഷണം നടത്തി ആണവായുധം വികസിപ്പിച്ചെടുത്ത് ലോകത്തിന് മുന്നിൽ നിന്നു. ഇത് അമേരിക്കയെ വാസ്തവത്തിൽ ഞെട്ടിച്ചു എന്ന് പറയാനുള്ള കാരണം, അമേരിക്കൻ എസ്റ്റിമേറ്റ് പ്രകാരം സോവിയറ്റ് യൂണിയന് അണുബോംബ് നിർമ്മിക്കാനുള്ള സമയം
ഇത്രയൊന്നും പോരായിരുന്നു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിലും വളരെയധികം വേഗത്തിൽ സോവിയറ്റ് യൂണിയൻ അണുവായുധം നിർമ്മിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് മാത്രമുണ്ടായിരുന്ന സ്വകാര്യ അഹങ്കാരം, അമേരിക്ക ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ ഉപയോഗിച്ച ആയുധം ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ പക്കലുമുണ്ട്. എങ്ങനെയായിരിക്കും സോവിയറ്റ് യൂണിയൻ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? സംശയത്തിന്റെ മുന ഓപ്പൺഹൈമറിലേക്ക് നീളുകയാണ്. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് വിശ്വാസം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരാളുമാണെന്ന് അമേരിക്ക ആരോപിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. താൻ നിർമ്മിച്ച അണുബോംബ് കാരണത്താൽ തന്നെ അദ്ദേഹം വേട്ടയാടപ്പെട്ടു. അധികം വൈകാതെ അമേരിക്കയിലെ അറ്റോമിക് എനർജി കമ്മീഷന് മുൻപാകെ ഇദ്ദേഹത്തെ ഹാജരാക്കുകയാണ്. 4 ആഴ്ചയോളം വിചാരണ നീണ്ടു. ഈ വിചാരണയിൽ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർഷിപ്പ്, സുഹൃത്തുക്കളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധം, അതുപോലെ ഗവൺമെൻറ് ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അതിന് നേതൃത്വം വഹിക്കാനും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുമെല്ലാം ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം ആദ്യം ഉണ്ടാക്കിയ ഫിഷൻ ബോംബ് തന്നെ 2,20,000-ലധികം ആളുകളെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അതേ അമേരിക്കയ്ക്ക് താൻ മുൻപുണ്ടാക്കിയ ബോംബിനേക്കാളും 1000 ഇരട്ടി ശക്തിയുള്ള ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കി നൽകിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യവും അവിടെ ചർച്ചയ്ക്ക് വരികയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അണുബോംബ് ഉണ്ടാക്കി നൽകി അമേരിക്കയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന പേര് നേടിയ അദ്ദേഹം പിന്നീട് അമേരിക്കയ്ക്ക് വേണ്ടാത്ത ആളായി. ഇതേ അണുവായുധം തന്നെ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും നശിപ്പിച്ചു കളഞ്ഞു. 1965 ആയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായ പുകവലി മൂലം അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ക്യാൻസർ പിടിപെടുകയാണ്. അങ്ങനെ ഈ ക്യാൻസർ ബാധിച്ച് തന്നെ 1967 ഇദ്ദേഹം വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. അമേരിക്കൻ പ്രൊമിത്തിയസ് ദ ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് റോബർട്ട് ഓപ്പൺഹൈമർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ എന്ന സിനിമ ഇറങ്ങുന്നതും. നമുക്കറിയാം ക്രിസ്റ്റഫർ നോളന്റെ സിനിമയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ചരിത്രവും അതുമായി ബന്ധപ്പെട്ട അറിവും മനസ്സിലാക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങൾ സിനിമ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതൂ. പിന്നെ ഇത്രയും നേരം ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ ചാനലിലെ മറ്റ് വീഡിയോസും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.